ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കായികം, സംസ്കാരം, സാഹിത്യം എന്ന വിഷയങ്ങളിൽ 2023-24 വർഷങ്ങളിൽ PSC ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സുമാണ്. 5 മാർക്കാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഓരോ മാർക്കും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഈ 5 മാർക്ക് ഉറപ്പിക്കാനായിട്ട് നമുക്ക് കുറച്ച് PYQs നമുക്ക് അധികമായിട്ട് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഈ ഒരു 5 മാർക്കിൽ എങ്ങനെ ഒരു 4 മാർക്കെങ്കിലും ഉറപ്പായിട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും അതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി എല്ലാവർക്കും അറിയാമല്ലേ, അത് ശ്രീനാരായണ ഗുരുവാണ്. എന്താണ് കുമാരനാശാൻ്റെ പ്രത്യേകത? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കവിയാണ്, മലയാള കവിയാണ് കുമാരനാശാൻ. എന്താണ് സ്വാതി തിരുനാളിൻ്റെ പ്രത്യേകത? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ഇനി എന്താണ് EMS നമ്പൂതിരിപ്പാടിൻ്റെ പ്രത്യേകത? ആദ്യത്തെ CM മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു EMS നമ്പൂതിരിപ്പാട്. ഇനി കുറച്ച് കാര്യങ്ങൾ നോക്കാം. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നടൻ ആരാണ്? ആദ്യ നടൻ എന്ന് പറയുന്നത് പ്രേം നസീറാണ്. പ്രേം നസീർ, അതായത് ഇന്ത്യൻ സിനിമയുടെ 100ാം വാർഷികത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി 50 പ്രമുഖ വ്യക്തികളുടെ ഒരു സ്റ്റാമ്പായിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ ഇടം നേടി ഏക മലയാളിയായിരുന്നു പ്രേം നസീർ. 2013 അതേപോലെ തന്നെ ആദ്യ പത്രം തപാൽ സ്റ്റാമ്പ്, എല്ലാം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടതാണ് കേട്ടോ പറയുന്നത്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ പത്രം എന്ന് പറയുന്നത് അതേതാണ്? മലയാള മനോരമ പത്രമാണ്. മലയാള മനോരമ. ഇനി 2 തവണ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തി ആരാണ്? മലയാളിയാണ്. ആര്? VK കൃഷ്ണമേനോൻ. ഇനി ആദ്യമായിട്ട് കേരളത്തിലെ ഒരു ആരാധനാലയം വന്നിരുന്നു. ആരാധനാലയം ഏതായിരുന്നു? അത് നമ്മുടെ മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളിയാണ് ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആരാധനാലയം. ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട ചിത്രകാരൻ ആരായിരുന്നു? ചിത്രകാരൻ എന്ന് പറയുന്നത് നമ്മുടെ രാജാ രവിവർമ്മ. ഇനി അതേപോലെ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട മലയാളി വനിതയാണ് ആരാണ്? മലയാളി വനിത എന്ന് ചോദിച്ചാൽ നമ്മുടെ സിസ്റ്റർ അൽഫോൺസാമ്മയാണ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട മലയാളി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം തപാൽ സ്റ്റാമ്പിലെ ആദ്യത്തേത് എന്ന് പഠിക്കാനുള്ള കുറച്ച് ഫാക്ട്സ്, മലയാളികളുടെ പേരുകൾ ഇതൊക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാലാഹിരൺ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരമാര്? കാലാഹിരൺ ആരാണ്? IM വിജയനെയാണ് കാലാഹിരൺ എന്നറിയപ്പെടുന്നത്. ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ? ആദാമിൻ്റെ മകൻ അബു ആരുടേതാണ്? സലീം കുമാറിൻ്റേതാണ്. ഇനി നജീബ് ഏത് പ്രധാന കൃതിയിലെ കഥാപാത്രമാണ്? നജീബ് അല്ലേ? ഏതാണ്? ആടുജീവിതം. ഇനി അതേപോലെ തന്നെ കുറച്ച് നോക്കാം. നെല്ലിലെ കഥാപാത്രങ്ങൾ നെല്ല് ആരുടേതാണ്? P വത്സല. ഇമ്പോർട്ടൻ്റ് ആണ് നെല്ല്. കാര്യം P വത്സല ഈയിടക്ക് മരിച്ചിട്ടുണ്ട്. മല്ലൻ മാരയൊക്കെയാണ് നെല്ലിലെ പ്രധാന കഥാപാത്രങ്ങൾ. കയറിലെ പ്രധാന കഥാപാത്രമാണ് ക്ലാസിപ്പേർ എന്ന് പറയും. ക്ലാസിപ്പേർ നമ്മുടെ കയർ ആരുടേതാണ്? തകഴിയുടെ നോവലാണ് കയർ എന്ന് പറയുന്നത്. ബാല്യകാല സഖിയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? മജീദും സുഹറയുടെയും പ്രണയമാണ് ബാല്യകാല സഖി, ബഷീറിൻ്റെ ബാല്യകാല സഖിയിലുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്ററാണ് ആര്? MS ധോണിയാണ് ഈയിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ. ദി സിറ്റാഡൽ എന്ന് പറയുന്നത് എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ഇത് 25/24 ക്വസ്റ്റ്യൻ പേപ്പർ. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ്? സിറ്റാഡൽ എന്ന് പറയുന്നത് AJ ക്രോണിൻ്റെ നോവലാണ് ദി സിറ്റാഡൽ എന്ന് പറഞ്ഞാൽ AJ ക്രോണിൻ്റെ ഒരു നോവലാണ്. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന കലാരൂപമാണ് അലാമിക്കളി എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ കണ്ടുവരുന്നൊരു കലാരൂപമാണ് അലാമിക്കളി. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാത്തത് എന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? P കുഞ്ഞിരാമൻ നായരുടെ ഈ ഇന്നലെ നടന്നൊരു കണ്ണൂർ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും P കുഞ്ഞിരാമൻ നായരെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്? സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാത്തത് എന്തുണ്ട് ഭൂമിയിൽ, അതായത് എല്ലാത്തിലും കവിത ദർശിച്ച മഹാകവിയാണ് ആര്? P കുഞ്ഞിരാമൻ നായർ. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസാണ്.
അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ് ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? അത് ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രത്തിൽ തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ് നേടിയത് ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു. ഇനി കുറച്ച് പുസ്തകങ്ങളാണ്, നോക്കിക്കേ. പുസ്തകങ്ങളും അവിടെ രചയിതാക്കളുമാണ്. ദ പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകം ആരുടേതാണ്? അത് ഹംഫ്രി ബർക്കലി. നിയമങ്ങളുടെ അന്തസ്സത്ത, സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്ന ആരുടേതാണ്? അത് മൊണ്ടസ്ക്യൂൻ്റേതാണ്. നമ്മുടെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന 3 പേരാണ് വോൾട്ടെയർ, റൂസോ, മൊണ്ടസ്ക്യൂ. അതിൽ മൊണ്ടസ്ക്യൂവിൻ്റെ പുസ്തകമാണ് എന്താ? സ്പിരിറ്റ് ഓഫ് ലോസ്. ഇവിടെ നോക്കിക്കേ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത്. ഇനി ഇന്ത്യ 2020 എന്ന് പറയുന്ന ആരുടേതാണ്? അത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. മൈ ട്രൂത്ത് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ A എന്ന് പറയുന്ന 3 ആണ്, അതേപോലെ B 1 ആണ്. ഈ ഒരു പുസ്തകം ഇത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്നതാണ്. അതായത് ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നൊരു പുസ്തകമാണ് സ്പിരിറ്റ് ഓഫ് ലോ. അതറിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഓപ്ഷൻ ഇത് രണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പം നോക്കിക്കേ, ദ പവർ ഓഫ് പ്രൈം മിനിസ്റ്റർ ഹംഫ്രി ബർക്ക്ലി, അതേപോലെ നിയമങ്ങളുടെ അന്തസ്സത്ത മൊണ്ടസ്ക്യൂ, ഇന്ത്യ 2020 ഡോക്ടർ APJ അബ്ദുൽ കലാം, മൈ ട്രൂത്ത് എന്ന ബുക്ക് ഇന്ദിരാഗാന്ധിയുടേതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏതൊക്കെയാണ്? അർജൻറ്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഈ 4 ഏതൊക്കെയാണ്? അർജൻറ്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഹൈമവത ഭൂവിൽ എന്ന യാത്രാ വിവരണം ആരുടെ കൃതിയാണ്? അത് MP വീരേന്ദ്രകുമാറിൻ്റെ യാത്രാ വിവരണമാണ് എന്ത്? ഹൈമവത ഭൂവിൽ എന്നത്. പുരാതന ഗുഹാചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട എടക്കൽ കേസ് എവിടെയാണ്? വയനാട് ജില്ലയിലാണ് എടക്കൽ കേസ്. താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ട് നാടകം ആരംഭിച്ചത്? അത് പോർച്ചുഗീസുകാരുടെ കാലത്താണ്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റാണ് ആര്? K സച്ചിദാനന്ദൻ. ഇനിഷ്യൽ പഠിച്ചു വെക്കുക, K സച്ചിദാനന്ദൻ. നമുക്കൊരു P സച്ചിദാനന്ദൻ ഉണ്ട്. അതാരാണ്? ആനന്ദൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് K സച്ചിദാനന്ദനാണ്. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടാണ്? ഈ ചാക്യാർ കൂടുതലും എന്തിലാണ്? കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം 46 എന്ന് പറയുന്നത് ആൻസർ വരുന്നത് C ആണ്. അമ്മന്നൂർ മാധവ ചാക്യാർ ഏതാണ്? കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ മറ്റു കുറച്ച് പേരാണ് ആര്? ഗുരുമണി മാധവ ചാക്യാർ. അതൊക്കെ ആരാണ്? മാധവ ചാക്യാർ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരാണ്. അതേപോലെ പൈങ്കുളം രാമൻ ചാക്യാർ, അതേപോലെ അമ്മന്നൂർ മാധവ ചാക്യാർ നമ്മൾ പറഞ്ഞു, അമ്മന്നൂർ ചാച്ചു ചാക്യാർ. ഇതൊക്കെ എന്താണ്? കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട കുറച്ച് വ്യക്തികളാണ്. ഒളിമ്പിക്സിലെ ആദ്യത്തെ ടീം മത്സര ഇനമായിട്ട് ഏതായിരുന്നു വന്നത്? അത് ഫുട്ബോൾ ആയിരുന്നു. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷതൻ. ആരുടെ വാക്കുകളാണ്? ആരുടേതാണിത്? വള്ളത്തോളിൻ്റെ വാക്കുകളാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷതൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ആരാണ്? ഡാനിഷ് സിദ്ദിഖിയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ. കൂടിയാട്ടം, മണി മാധവ ചാക്യാർ. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞതാണ് ഗുരു മണി മാധവ ചാക്യാർ കൂടിയാട്ടം കലാകാരനാണെന്നുള്ളത്. മോഹിനിയാട്ടം, മൂഴിക്കൽ പങ്കജാക്ഷി നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? 2020 പത്മശ്രീ ലഭിച്ചതാണ് അല്ലേ? പത്മശ്രീ ലഭിച്ചു. എന്തിന്? നോക്കുവിദ്യാ പാവകളിയിലെ പാവകളി കലാകാരിയാണ് മൂഴിക്കൽ പങ്കജാക്ഷിക്ക്. 2020 എന്ത് ലഭിച്ചു? പത്മശ്രീ ലഭിച്ചു. നമ്മുടെ കോട്ടയം സ്വദേശിയാണ്. ഇനി അതേപോലെ തന്നെ കേരള നടനം ഗുരു ഗോപിനാഥ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും PSC പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരള നടനം എന്നത് ഗുരു ഗോപിനാഥാണ് അതിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ഗുരു ഗോപിനാഥിൻ്റെ യഥാർത്ഥ പേര് കലാമണ്ഡലം ഗോവിന്ദപിള്ള. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ശരിയായ പ്രസ്താവനകൾ. 1 ശരിയാണ്, 3 ശരിയാണ്. സോ ആൻസർ വരുന്നത് C ആണ്. 1 and 3 ആണ്. ഇനി അതേപോലെ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ തോൽപ്പാവക്കൂത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? രാമായണ കഥയാണ് ഇതിവൃത്തം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിനുപയോഗിക്കുന്ന ഒരു വാദ്യമാണ് ഏഴുപറ എന്ന് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്ന, അതായത് പറയുടെ ആകൃതിയിലുള്ള ചെണ്ട, മദ്ദളം എന്നിവയാണ് അകമ്പടി വാദ്യങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏഴുപറയാണ്. അപ്പോൾ ഏഴുപറ എന്തുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിക്കും.
ചോദിക്കാം. എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് നമ്മുടെ തോൽപ്പാവക്കൂത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഈ ഗുരു ഗോപിനാഥാണ് നമുക്കറിയാം കേരള നടനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. പക്ഷെ മറ്റൊരു പോയിന്റും കൂടി പഠിച്ചു വെക്കുക. ആരാണ്? അമേരിക്കൻ നർത്തകിയായ ഇസ്തർ ഷെർമാൻ എന്നറിയപ്പെടുന്ന ഈ രാഗിണി ദേവിയാണ് കേരള നടനം എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. രാഗിണി ദേവിയാണ് കേരള നടനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഗുരു ഗോപിനാഥാണ് കേരള നടനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡി നോവലുകളും അനുബന്ധ പ്രധാന കഥാപാത്രങ്ങളും തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഭീമൻ, രണ്ടാം ഊഴത്തിലെ കഥാപാത്രമാണ് ആര്? ഭീമൻ. അത് ശരിയായ പ്രസ്താവനയാണ്. അതേപോലെ തന്നെ മുജീബ്, ആടുജീവിതം. മുജീബല്ല, നജീബാണ്. സോ ഇത് തെറ്റായ പ്രസ്താവനയാണ്. ചേതന എന്ന് പറഞ്ഞാൽ ആരാണ്? ചേതന ആരാച്ചാറിലെ KR മീരയുടെ നോവലാണ് ആരാച്ചാർ. അതിലെ പ്രധാന കഥാപാത്രമാണ് ചേതന. അപ്പു, ഓടയിൽ നിന്ന്. അപ്പു അല്ല, അതാരാണ്? പപ്പു ആണ് ഓടയിൽ നിന്ന്. അപ്പോൾ ഇതും എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. സോ ഇവിടെ ശരിയായിട്ട് വരുന്നത് 1ഉം 3ഉമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എഴുത്തുകാരൻ്റെ യഥാർത്ഥ പേര് അവരുടെ തൂലികാ നാമവുമായി ശരിയായ വിധത്തിൽ പൊരുത്തപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നന്ദനാർ PC രാമചന്ദ്രനാണോ? നന്ദനാർ ആരാണ്? PC ഗോപാലനാണ് നന്ദനാർ എന്നറിയപ്പെടുന്നത്. സോ ഇതെന്താണ്? തെറ്റാണ്. ടി ഉബൈദ് എന്നറിയപ്പെടുന്നത് അബ്ദുൾ റഹ്മാനാണ്. ശരിയാണ്. ആനന്ദ് സച്ചിദാനന്ദൻ. നേരത്തെ ഞാൻ പറഞ്ഞതാണ് ആനന്ദ് ആരാണ്? P സച്ചിദാനന്ദനാണ്. സോ ഇതെന്താണ്? ഇതും തെറ്റാണ്. വിലാസിനി എന്നറിയപ്പെടുന്നത് MK മേനോനാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? 3ഉം 4ഉമാണ് ശരിയായി വരുന്നത്. സോ ഓപ്ഷൻ സി ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. കോവിലൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കോവിലൻ. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. കോവിലൻ എന്ന് പറഞ്ഞാൽ ആരാണ്? VV അയ്യപ്പനാണ്. VV അയ്യപ്പൻ്റെ തൂലികാ നാമമാണ് കോവിലൻ എന്നറിയപ്പെടുന്നത്. അതേപോലെ മാലി ആരാണ്? മാലി മാധവൻ നായർ. അതേപോലെ പാറപ്പുറത്ത് എന്നറിയപ്പെടുന്ന ആരാണ്? KE മത്തായി. പാറപ്പുറത്ത് KE മത്തായി. അതേപോലെ ആശാമേനോൻ എന്നറിയപ്പെടുന്ന ആരാണ്? എന്നറിയപ്പെടുന്നത് ശ്രീകുമാറാണ്. ഇങ്ങനെ കുറച്ച് തൂലികാ നാമങ്ങൾ പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് നോക്കിക്കേ. വിവിധ കായിക ഇനങ്ങളുടെ പേരും എന്താണ്? കളിക്കാരുടെ എണ്ണവുമാണ് നൽകിയിരിക്കുന്നത്. ശരിയായി യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പോളോ കളിക്കാൻ എത്ര പേരാണ് വേണ്ടത്? പോളോയ്ക്ക് 4 പേര്. റഗ്ബിക്കാണെങ്കിൽ 15 പേര് വേണം റഗ്ബി കളിക്കാനായിട്ട്. വോളിബോൾ ആണെങ്കിൽ എത്ര പേര് വേണം? 6 പേര് വേണം. ബേസ്ബോൾ ആണെങ്കിൽ 9 പേരാണ് വേണ്ടത്. സോ ഇവിടെ ആൻസർ വരുന്നത് A എന്ന് പറയുന്നത് M ആണ്. AM വരുന്ന ഒരൊറ്റ അതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ AM പോളോ 4 ആണെന്ന് അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ഇവിടുന്ന് ഓപ്ഷൻ ബാക്കിയെല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. റഗ്ബി കളിക്കാൻ 15 പേരാണ്. റഗ്ബിക്കാണ് നമുക്ക് ഓൾമോസ്റ്റ് കൂടുതൽ കളിക്കാർ വരുന്നതൊക്കെ റഗ്ബിക്കാണ്. റഗ്ബിക്ക് 15 പേര്. ഇനി അതേപോലെ നമുക്ക് നോക്കാവുന്നതാണ് ക്രിക്കറ്റ്. ഏതൊക്കെയാണ്? ക്രിക്കറ്റ്, അതേപോലെ ഫുട്ബോള്, ഹോക്കിക്കൊക്കെ എത്ര പേര് വേണം? ഇതിനൊക്കെ 11 പേരാണ് വേണ്ടത്. അതേപോലെ തന്നെ ബേസ്ബോളും അതേപോലെ ഖോഖോ കളി എത്ര പേരാണ്? 9 പേരാണ് വേണ്ടത്. അതേപോലെ കബഡിയും അതേപോലെ വാട്ടർ പോളോയ്ക്കൊക്കെ എത്ര പേരാണ്? 7 പേരാണ് വേണ്ടത്. അപ്പോൾ ഈ കളിയും കളിക്കാരുടെ എണ്ണവും എന്താണെന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശങ്കരൻകുട്ടി. ഇത് 52/2024 അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രമാണ് ഇത്? കൊടിയേറ്റം. ഭാരത പര്യടനം എന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു? ഭാരത പര്യടനം എന്താണ്? അതൊരു സാഹിത്യ വിമർശനമാണ് ഭാരത പര്യടനം. കുട്ടിക്കൃഷ്ണ മാരാരുടേതാണ് എന്ത്? ഭാരത പര്യടനം എന്നത്. അതൊരു സാഹിത്യ വിമർശന കൃതിയാണ്. പ്രസിദ്ധമായ മരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? എവിടെയാണത്? പമ്പ നദിയുടെ തീരത്താണ് മരാമൺ കൺവെൻഷൻ നടക്കുന്നത്. ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? അത് ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ്. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കായിരുന്നു? സരസ്വതി സമ്മാൻ പ്രഭാവർമ്മയ്ക്കാണ്. ഇത് ഒത്തിരി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. 2023 സരസ്വതി സമ്മാൻ ഒത്തിരി വട്ടം ചോദിച്ചിട്ടുണ്ട്. പ്രഭാവർമ്മയ്ക്കാണ്. 2024 ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നമാണ് എന്ത്? ഹിമപ്പുലിയാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആരുടെ വാക്കുകളാണിത്? നമ്മുടെ കുമാരനാശാൻ്റെ വാക്കുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 59/24. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റായ ആദ്യ വനിതയാണ് ആര്? PT ഉഷ.
കഥാപാത്രം നോവലും തെറ്റായ ജോഡിയാണ് വേണ്ടത്. അതായത് സേതു കാലം, അത് ശരിയാണ്. രവി ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. സുഹറ എൻ്റെ ഉപ്പാപ്പക്ക് ആനുണ്ടായിരുന്നു, ആണോ? മജീദും സുഹറയും ഏതാണ്? ബഷീറിൻ്റെ ബാല്യകാല സഖിയിലേതാണ്. സോ ഇത് തെറ്റാണ്. അപ്പം നമുക്ക് വേണ്ട ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. പപ്പു ഓടയിൽ നിന്നാണ്. നെക്സ്റ്റ് നോക്കാം. പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? പിയാത്ത ആരുടേതായിരുന്നു? പിയാത്ത എന്ന് പറയുന്നത് നമ്മുടെ മൈക്കൽ ആഞ്ചലോയുടെ കലാസൃഷ്ടിയാണ് പിയാത്ത. ഓക്കെ. അതേപോലെ തന്നെയാണ് റാം കെയർ ഓഫ് ആനന്ദി. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? അത് അഖിൽ പി ധർമ്മജനാണ്. ഈ ഇടയ്ക്ക് ഏറ്റവും ഒത്തിരി പേര് വായിച്ച് ഒത്തിരി റിവ്യൂ ഒക്കെ വന്ന ഒരു ബുക്കായിരുന്നു റാം കെയർ ഓഫ് ആനന്ദി. അതിൻ്റെ രചയിതാവ് എന്ന് പറയുന്നത് അഖിൽ പി ധർമ്മജനാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പിയാത്ത എന്ന് പറയുന്ന ശില്പം. അതായത് നമ്മുടെ യേശുവിനെ കുരിശിൽ നിന്ന് എടുത്തതിന് ശേഷം ആ മരിച്ചുപോയ യേശുവിനെ മടിയിൽ വെച്ചിരിക്കുന്ന മറിയത്തിൻ്റെ രൂപമായിരുന്നു. അതാണ് പിയാത്ത. ഇതാണ് പിയാത്ത എന്ന് പറയുന്ന ശില്പം. അത് ആരുടേതാണ്? മൈക്കൽ ആഞ്ചലോയുടേതാണ്. നോക്കിക്കേ, ഇനി നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. മൊണാലിസ. മൊണാലിസ ആരുടേതാണ്? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. മൊണാലിസ നവോത്ഥാന കാലത്തെ പ്രസിദ്ധമായ ചിത്രമായിരുന്നു മൊണാലിസ. ആരുടേതായിരുന്നു മൊണാലിസ? ലിയാനോ ഡാവിഞ്ചി. ലിയാനോ ഡാവിഞ്ചി മൊണാലിസ. ഇനി ബൊക്കാച്ചിയോ. ബൊക്കാച്ചിയോയുടെ പുസ്തകം ഇതാണ് ഡെക്കാമറൻ കഥകൾ. ഇത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. ദാന്തയുടെ ഒരു പുസ്തകമാണ് ഡിവൈൻ കോമഡി. സർവാന്തെ ഡോൺ കിക്സോട്ട്. അതേപോലെ ഇറാസ്മസിൻ്റെ പുസ്തകമാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇതൊക്കെ പഠിക്കണമെന്ന് പറയാൻ കാര്യം ഇത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ഫാക്ട്സ് ആണ്. അപ്പോൾ എന്തായാലും പഠിച്ചിരിക്കുക. ഡിവൈൻ കോമഡി ദാന്തെ, ഡെക്കാമറൻ കഥകൾ ബൊക്കാച്ചിയോ, ഡോൺ കിക്സോട്ട് സെർവാന്തെ, ഇൻ പ്രൈസ് ഓഫ് ഫോളി ഇറാസ്മസ്. അതേപോലെ അവസാനത്തെ അത്താഴം ആരുടേതാണ്? അവസാനത്തെ അത്താഴം ലിയാനോ ഡാവിഞ്ചിയുടെയും അവസാനത്തെ വിധി അന്ത്യവിധി എന്ന് പറയുന്നത് മൈക്കൽ ആഞ്ചലോയുടെയാണ്. തിരിഞ്ഞു പോകരുത്. അതേപോലെ ഏതൻസിലെ വിദ്യാലയം എന്ന് പറയുന്ന പ്രസിദ്ധമായ പെയിൻറ്റിങ് ആരുടേതാണ്? റാഫേലിൻ്റെതാണ്. ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ അതൊരു ശില്പവിദ്യയാണ്. അത് ആരുടേതാണ്? ലോറൻസോ ഗിബർട്ടി. അതേപോലെ ഗട്ട മെലീത്ത ആരുടേതാണ്? ഡൊണാറ്റലോ. ഇത് പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പഠിച്ച് വേണം പോകാനായിട്ട്. താഴെ പറയുന്നതിൽ അമൃത ഷെർഗിലിൻ്റെ ചിത്രം ഏത്? അമൃത ഷെർഗിലിൻ്റെ ചിത്രമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഗ്രാമീണ ജീവിതമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഗ്രാമീണ ജീവിതമാണ് അമൃത ഷെർഗിലിൻ്റേത്. അതേപോലെ ഭാരത് മാത ആരുടേതാണ്? ഭാരത് മാത അബനീന്ദ്ര ഘോഷിൻ്റേതാണ്. ഭാരത് മാത അബനീന്ദ്ര ഘോഷ്. സതിയും അതേപോലെ തന്നെ ഗ്രാമീണ ചെണ്ടക്കാരന്മാരുടേതാണ്? നന്ദലാൽ ബോസിൻ്റേതാണ്. നന്ദലാൽ ബോസ്. ഈ ചിത്രകലയുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്നത് ദ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്നത്, അതായത് ഈ അമൃത ഷെർഗിലിൻ്റെ ഏറ്റവും 61 കോടി രൂപയ്ക്ക് വിറ്റുപോയൊരു പുസ്തകം, ഒരു പെയിൻറ്റിംഗ് ആയിരുന്നു ദ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്നത്. അത് ഈ ഇടക്കാണ് അത് നടന്നത്. അത് നമുക്ക് കറണ്ട് അഫെയർ ആയിട്ട് നമുക്ക് ചോദിക്കാം. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ഞാൻ കണ്ടതാണ് ദ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്ന പ്രസിദ്ധമായ ചിത്രത്തിൻ്റെ ചിത്രകർത്താവ് ആരാണെന്ന് ചോദിച്ചുകൊണ്ട്. നോക്കിക്കേ, ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ്? നന്ദലാൽ ബോസാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ നന്ദലാൽ ബോസാണ്. അതേപോലെ സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് നന്ദലാൽ ബോസ്. രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരൻ അഥവാ ചിത്രകാരന്മാർക്കിടയിലെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് രാജാ രവിവർമ്മയാണ്. ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്ന രാജാ രവിവർമ്മയാണ്. പ്രശസ്തമായ ചിത്രങ്ങളാണ്, പഠിച്ചു വെക്കിയ കാര്യം ഓഡ് വൺ ആയിട്ടൊക്കെ ചോദിക്കാം. ഹംസദമയന്തി, നളദമയന്തി, വിളക്കേന്തിയ വനിത, മുല്ലപ്പൂ ചൂടിയ നായർ വനിത, ശകുന്തള എന്നിവയൊക്കെ രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ ചിത്രങ്ങളാണ്. ഭാരതമാത ആരുടേതാണ്? അബനീന്ദ്ര ടാഗോർ. കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചതാരാണ്? അത് അബനീന്ദ്ര ടാഗോർ ആണ്. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷെർഗിലാണ്. അമൃത ഷെർഗിലിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് രചനകളാണ് 3 ഗേൾസ്, 2 എലിഫൻസ്, റെഡ് ക്ലേ എലിഫൻറ്റ്, അതേപോലെ ദ സ്റ്റോറി ടെല്ലർ. ഇന്ത്യയുടെ പിക്കാസോ എന്നറിയപ്പെടുന്നത് MF ഹുസൈനാണ്. അദ്ദേഹം തന്നെയാണ് നഗ്നപാതനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഇതാണ് എന്തൊക്കെയാണ്? മദർ തെരേസ, ശിവ നടരാജ്, മദർ ഇന്ത്യ, ഗജകാമിനിയൊക്കെ MF ഹുസൈൻ്റെ പ്രശസ്തമായ ചിത്രങ്ങളാണ്. അഞ്ജലി ഇളമേനോൻ്റെ പ്രശസ്തമായ ചിത്രങ്ങളാണ് റെഫ്യൂജി, യാത്ര, മാജിക്കൽ ട്വിസ്റ്റ്, ദ മജീഷ്യൻ സ്റ്റോറി. അതേപോലെ ജെമിനി റോയുടെ പ്രശസ്തമായ കുറച്ച് ചിത്രങ്ങളാണ് മദർ ആൻഡ് ചൈൽഡ്, സർപ്രൈസ്, വാരിയർ കിങ്, ക്യാറ്റ് ആൻഡ് ലോബ്സ്റ്റർ. TK പത്മിനിയുടേത് ഇതൊക്കെയാണ് ഗ്രോത്ത്, ഡ്രീം ലാൻഡ്, വിമൺ എന്നുള്ളതൊക്കെ. അതേപോലെ കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? KCS പണിക്കറാണ്.
തമിഴ്നാട്ടിലെ ചെന്നൈക്കടുത്ത ചോളമണ്ഡലം എന്ന കലാഗ്രാമം സ്ഥാപിച്ച ചിത്രകാരനാണ് KCS പണിക്കർ. ഇത് PYQ ആണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ആർട്സ് ഗാലറി ചിത്രകൂടം സ്ഥാപിച്ചത്, അപ്പോൾ സ്വകാര്യ ആർട്സ് ഗാലറി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചിത്രകൂടം. അത് സ്ഥാപിച്ചതാരാണ്? CN കരുണൻ. CN കരുണൻ്റെ പ്രശസ്തമായ ചിത്രമാണ് ഏത്? ട്രൈബൽ ബീച്ചസ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗോദാൻ ആരുടേതാണ്? അത് പ്രേംചന്ദിൻ്റേതാണ്. പ്രേംചന്ദിൻ്റെ പ്രശസ്തമായ കൃതിയാണ് ഗോദാൻ. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഏഷ്യയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ യൂറോപ്പിനെ സൂചിപ്പിക്കുന്ന കളർ ഏതാണ്? അത് നീലയാണ്. യൂറോപ്പ് നീലയാണ്. ചുവപ്പ് അമേരിക്കയാണ്. അതേപോലെ ഓസ്ട്രേലിയക്ക് എന്താണ്? ഓസ്ട്രേലിയയുടെ കളർ എന്ന് പറയുന്നത് പച്ചയാണ്. ഓസ്ട്രേലിയ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, എന്താണ്? കറുപ്പ് ആരുടേതാണ്? ആഫ്രിക്കയാണ്. ഇത് 5 എണ്ണമാണ് നമുക്കറിയാം. ഒളിമ്പിക്സിൽ 5 വളയങ്ങൾ പരസ്പരം കോർത്ത രീതിയിലാണല്ലേ. ഈ 5 വളയങ്ങളും ഓരോന്നും ഓരോ കളറാണ്. മഞ്ഞ ഏഷ്യ, ഓസ്ട്രേലിയ പച്ച, യൂറോപ്പ് നീല, തെക്കേ അമേരിക്ക ചുവപ്പ്, കറുപ്പാണെങ്കിൽ അത് ആഫ്രിക്കയാണ്. ഓക്കെ, 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുത്തതാണ് ആരെ? അല്ലു അർജുനെയാണ്. ഇത് 2023 നൽകിയത്, അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കേ, മികച്ച നടൻ അല്ലു അർജുൻ. ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്? പുഷ്പ. അതേപോലെ മികച്ച നടിയാണ് ആലിയ ഭട്ട്. ഏത് സിനിമയാണ്? ഗംഗൂബായ് കത്തിയാവാടി. അതേപോലെ കൃതി സനോണുമുണ്ട്, മിമി. 2 പേരായിരുന്നു മികച്ച നടിക്കുള്ള അവാർഡ് പങ്കിട്ടെടുത്തത്. മികച്ച സംവിധായകനായിരുന്നു നിഖിൽ മഹാജൻ. അദ്ദേഹം എന്താണ്? ഗോദാവരി എന്ന മറാത്തി ചിത്രത്തിനാണ്. മികച്ച ചിത്രം, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, ദ റോക്കറ്ററി, ദി നമ്പി എഫക്റ്റ്. മികച്ച കൊറിയോഗ്രാഫി ആയിട്ട് വന്നത് RRR ആയിരുന്നു. അതേപോലെ പ്രത്യേക ജൂറി പരാമർശം നമ്മുടെ ഹോമിലെ അഭിനയത്തിന് ഇന്ദ്രൻസിന് ലഭിച്ചിട്ടുണ്ട്. മികച്ച പരിസ്ഥിതി ചിത്രം ആവാസ വ്യൂഹമാണ്. അതേപോലെ മികച്ച ആനിമേഷൻ ചിത്രം കണ്ടിട്ടുണ്ട്. മികച്ച മലയാള ചിത്രം ഏതാണ്? നമ്മുടെ ഹോമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ്. ഇത് 61/24. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? ആത്മകഥയാണ് എന്ത്? കാലം സാക്ഷിയാണ്. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം നമ്മുടെ ഇന്ത്യയായിരുന്നു. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഏകദേശം 125 അടിയോളമായിരുന്നു അതിന് ഉയരം. 2023 ഏപ്രിലാണ്. അപ്പോൾ അത് കറണ്ട് അഫെയറും കൂടിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും വായിച്ചിട്ട് ഞാൻ അധികം ഒന്നും കേൾക്കാത്ത പേരുകളായിരുന്നു. ഭയത്തിൽ നിന്നുള്ള മോചനം, അതേപോലെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര. ആകെ അറിയാവുന്നത് ഇത് മാത്രമായിരുന്നു. ലോങ് ബാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേലയാണെന്ന്. പക്ഷെ ഇവിടെ നോക്കിയപ്പോഴേക്കും നോക്കിക്കേ, B ഒന്നുള്ള ആ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ നമുക്ക് ഒന്നും നോക്കാതെ തന്നെ ആൻസർ കറപ്പിക്കാം. ഇതാണ് ആൻസർ എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. എന്താണ്? ഭയത്തിൽ നിന്നുള്ള മോചനം ആങ് സാങ് സുജിയുടെ പുസ്തകമായിരുന്നു അത്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര നെൽസൺ മണ്ടേല. സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ എന്ന പുസ്തകം ഇസയ ബെർലിൻ്റേതായിരുന്നു. സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ളത് JS മില്ലിൻ്റേതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും അയ്യോ ഇതൊന്നും അറിയില്ലല്ലോ എന്ന് ചിന്തിക്കും. ഏതെങ്കിലും ഒരെണ്ണം അറിഞ്ഞിട്ട് നമുക്ക് അറിയാവുന്ന വെച്ചിട്ട് ഓപ്ഷനിലേക്ക് ബാക്കി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം ആ ക്വസ്റ്റ്യൻ ഉപേക്ഷിക്കാനായിട്ട്. അങ്ങനെ എന്തെങ്കിലും കണ്ട് ഇവിടെ നിന്ന് എനിക്ക് ഈ ഒറ്റ ഇത് മാത്രമേ എനിക്കറിയാവുള്ളായിരുന്നു. ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേല. ആ നോക്കിയപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ആ ഒരു ഒറ്റ ഇതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്കത് ഉറപ്പിക്കാം, അത് തന്നെയായിരിക്കും ആൻസർ എന്നുള്ളത്. നെക്സ്റ്റ് നോക്കിക്കേ, കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? കളിത്തട്ട് 66/2024. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത്. കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ചേ എന്ന മുദ്രാവാക്യം ഏതിൻ്റേതാണ്? ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യമാണ്. 2024 ഓസ്കാർ നേടിയ മികച്ച ചിത്രമാണേത്? ഓപ്പൺ ഹെയ്മർ. ഇത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓപ്പൺ ഹെയ്മറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഞാനിത് വായിക്കുന്നില്ല, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഈ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത്, അതാണ് ആ പോയിന്റ്. അത് ഏത് ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ്, അത് ഏത് കൃതിയിലേതാണെന്ന് ഞാനത് കുറേ തവണ വായിച്ചിട്ട് മൊത്തം തെറ്റിപ്പോണം. അപ്പോൾ അത് ഏത് കൃതിയിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആത്മോപദേശ ശതകത്തിലെ വാക്കുകളാണത്. CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ ഈ പേരുകളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഏതൊക്കെയായിരുന്നു? സാഗീതം, അതേപോലെ തന്നെ ലങ്കാലക്ഷ്മി. ഇത് രണ്ടുമായിരുന്നു രാമായണ നാടകങ്ങൾ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു രാമായണ നാടകം കൂടിയുണ്ട്, കാഞ്ചന സീത, അതായത് കാട്ടിലകപ്പെട്ട സീതയെ പറ്റിയുള്ളതാണ്.
ഈ 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാഞ്ചന സീതയാണ് ജി അരവിന്ദൻ എന്ത് ചെയ്തത്, പിന്നീട് ജി അരവിന്ദൻ സംവിധാനം ചെയ്ത് സിനിമയാക്കി മാറ്റിയൊരു നാടകമായിരുന്നു കാഞ്ചന സീത. അപ്പോൾ സാകേതം, ലങ്കാലക്ഷ്മി, കാഞ്ചന സീത, ഇത് 3 പഠിച്ചു വെക്കുക. നമുക്ക് വേണ്ടത് ഏതാണ്, രാമായണ നാടകങ്ങൾ ഏതെല്ലാം വന്നാൽ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. കണ്യാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇത് 3 ശരിയാണ്. പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളതാണ് മലമക്കളി, ദേശക്കളി, അതേപോലെ തന്നെ മറ്റു പേരുകൾ ലാലക്കളി, അതേപോലെ മരുത്തുക്കളി എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന കണ്യാർ കളിയാണ്. അതേപോലെ ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ളതാണ് ഈ കണ്യാർ കളി എന്ന് പറയുന്നത്. സോ എന്താണ്, 1, 2, 3 ഇവിടെ ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണെന്നാണ്. സരസ്വതി സമ്മാനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ഏറ്റവും എളുപ്പത്തിൽ അറിയാവുന്ന നമുക്ക് പ്രഭാവർമ്മേനാണ്. അപ്പോൾ പ്രഭാവർമ്മയുള്ള ഓപ്ഷൻസ് നോക്കിയപ്പോൾ നമുക്ക് ഇതെന്തായാലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ 2021 ഇദ്ദേഹത്തിന് ലഭിച്ചത്. 2020 ശരൺകുമാർ ലിംബാളയ്ക്ക്. അത് നമ്മൾ ഏകദേശം ഒരു കറണ്ട് അഫെയർ ആയിട്ടൊക്കെ പഠിച്ചതായിരിക്കും. അതായത് അദ്ദേഹത്തിൻ്റെ സനാതൻ എന്ന് പറയുന്ന ഒരു മറാത്തി നോവലാണ്. സനാതൻ എന്ന് പറയുന്ന മറാത്തി നോവൽ. സോ ആൻസർ വരുന്നത് 2, 3 ഇനി 2022 ആരായിരുന്നു? 2022 ശിവശങ്കരിക്കായിരുന്നു. ശിവശങ്കരി ഒരു തമിഴായിരുന്നു. അതെന്താ, അവരുടെ ഓർമ്മക്കുറിപ്പിനായിരുന്നു ലഭിച്ചത്. സൂര്യവംശം എന്ന ഓർമ്മക്കുറിപ്പായിരുന്നു, സൂര്യവംശം. അതേപോലെ 2023 നമുക്കറിയാം പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭാവർമ്മയുടെ ഏതാണ്, രൗദ്രസാത്വികം എന്ന പുസ്തകത്തിനായിരുന്നു. ഇനി അതേപോലെ നമുക്ക് അറിയേണ്ട കുറച്ച് പേരാണ്. 2012 നമ്മുടെ സുഗതകുമാരിക്ക് ലഭിച്ചു. സുഗതകുമാരിക്ക് ഏതിനായിരുന്നു, മണലെഴുത്തിന് ലഭിച്ചു. അതേപോലെ 2005 കെ അയ്യപ്പ പണിക്കർക്ക് ലഭിച്ചു. അയ്യപ്പ പണിക്കർ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിന് എന്തുമായിരുന്നു, അയ്യപ്പ പണിക്കർ. അതേപോലെ 1995 ആർക്ക് കിട്ടിയത്, ബാലാമണിയമ്മ. നമുക്കറിയാം സരസ്വതി സമ്മാൻ ലഭിക്കുന്ന ആദ്യത്തെ വനിതയാണ് ബാലാമണിയമ്മ. ബാലാമണിയമ്മയുടെ നിവേദ്യം. ഓക്കെ, ആദ്യം ലഭിച്ചത് ആർക്കാണ്? ആദ്യം ലഭിച്ചത് ഹരിവംശറായ് ബച്ചൻ. ഓക്കെ, നെക്സ്റ്റ് 2023 വിംബിൾട്ടൺ വിജയം നേടിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2023 വിംബിൾട്ടൺ വിജയം നേടിയത് ആർക്കായിരുന്നു? കാർലോസ് അൽക്കാരസ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം, നേടിയത് നമുക്കറിയാം അഗ്നിസാക്ഷി. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷിക്കാണ് ആദ്യത്തെ വയലാർ അവാർഡ് നേടിയത്. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? റസൂൽ പൂക്കുട്ടി. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? 18,426 പഠിച്ചു വെച്ചോ. കാര്യം 2024 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 18,426. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത ആണ് ആര്? എസ്.എൽ. പുരം സദാനന്ദൻ. അതേപോലെ യവനിക, നെല്ല്, ഇതിൻ്റെയൊക്കെ തിരക്കഥാകൃത്തായിരുന്നു ആര്? നമ്മുടെ എസ്.എൽ. പുരം സദാനന്ദൻ എന്ന് പറയുന്നത്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതി തയ്യാറാക്കിയതാണ് എസ് ഗുപ്തൻ നായർ. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് മനസാ സ്മരാമി. എസ് ഗുപ്തൻ നായരുടെ ആത്മകഥയാണ്. കുമാരനാശൻ അന്തരിച്ചതെന്നാണ്? 1924. കാഞ്ചന സീത, നമ്മൾ നേരത്തെ പറഞ്ഞു, കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകനാരാണ്? ജി അരവിന്ദൻ. CN ശ്രീകണ്ഠൻ നായരുടേതാണ് കാഞ്ചന സീത. അതേപോലെ ലങ്കാലക്ഷ്മി, സാകേതം എന്നീ രാമായണ നാടകങ്ങൾ അത് സിനിമയാക്കിയതാരാണ്? ജി അരവിന്ദൻ. 2022 ഫിഫ വേൾഡ് കപ്പിലെ നമ്മുടെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? ലയണൽ സ്കലോനി. അർജന്റീന എന്ന് കേൾക്കുമ്പോൾ തന്നെ ലയണൽ മെസ്സിനെ ഓർമ്മയുണ്ട്. അപ്പം നമുക്കിത് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. ലയണൽ സ്കലോനി. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൈരവിക്കോലം ഏതാണ്? പടയണിയുമായി ബന്ധപ്പെട്ടതാണ് ഭൈരവിക്കോലം. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? ആരുടേതാണ്? പി വത്സല. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം എത്രയാണ്? 7 പേരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ടർ പോളോയിൽ എത്ര പേരാണ്? 7 പേരാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. ആയുർവേദ വൈദ്യ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമായ ശരചന്ദ്രിക രചിച്ചത്. ഇത് PSC ക്യാൻസൽ ചെയ്തു. ഇതിൻ്റെ ആൻസർ കറക്റ്റ് അറിയാവുന്നവർ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ കുറേ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് ആരാണ്? വി ഷിനിലാൽ. മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ ഹോം സംവിധാനം ചെയ്ത ആരാണ്? റോജിൻ തോമസ് ആണ്.
കേരളത്തിൽ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഗോദവർമ്മ രാജ അഥവാ GV രാജ എന്നൊക്കെ പറയും. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. ശരിയാണ്. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗ് കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ് ആണ്. ഇവിടെ എല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ഇത് നമ്മുടെ LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 19/24 ആയിരുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. 2023 കേരള സാഹിത്യ അവാർഡാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. ശരിയാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശയ്ക്കാണ്. ആണോ? അല്ല. 2022 വയലാർ അവാർഡാണ് ഹരീഷിൻ്റെ മീശയ്ക്ക് ലഭിച്ചത്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കായിരുന്നു? ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയുടെ ഏത് പുസ്തകമാണ്? ശ്രീകുമാരൻ തമ്പി ഏത് കൃതിയായിരുന്നു? ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കായിരുന്നു. 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിനാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന എന്നാ. ഇത് ശ്രദ്ധിക്കാതെ നമ്മൾ ഈ 1, 3 ടിക്ക് ചെയ്യും, നേരെ പോയി A മാർക്ക് ചെയ്യും. പക്ഷെ എന്താണ് നമുക്ക് വേണ്ടത്? തെറ്റായത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ B 2 മാത്രം. കേരളത്തിൻ്റെ തനതായ നൃത്തകലാരൂപമാണ് മോഹിനിയാട്ടം. അമ്മ എന്ന നോവൽ എഴുതിയത് മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കി റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ അമ്മ എന്ന നോവൽ മാക്സിം ഗോർക്കി ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഒരു കോട്ട് ഉൾപ്പെടെ തന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ എന്ന നോവൽ ആരാണ്? മാക്സിം ഗോർക്കി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഇത്? ഹോക്കി. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അപ്പുക്കിളി ഖസാക്കിൻ്റെ ഇതിഹാസം. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? സർക്കസ്. തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് ആര്? കുഞ്ഞനന്തൻ നായർ. പാലിലെ വെണ്ണ പോൽ ബൈതാക്കി ചൊല്ലുന്നേൻ ഭാഗീയമുള്ളോവർ ഇതിനെ പഠിച്ചോവർ ഏത് കൃതിയിലെ വരികളാണ്? ഇത് മുഹിയുദ്ദീൻ മാലയിലേതാണ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിൻ്റെ രചനയാണ് ഇത്? ഒരു ദേശത്തിൻ്റെ കഥ. ഒരു ദേശത്തിൻ്റെ കഥ. അതേപോലെ തന്നെ അടുത്തേതാണ്? 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരമാണ് ആര്? R പ്രഖ്യാനന്ദ. കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? ഇത് മിഴാവാണ്. ഇത് നമ്മുടെ കഴിഞ്ഞ LDC കണ്ണൂരിലെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. കണ്ണൂർ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവാരാണ്? ഭൂതരായർ രാമവർമ്മ അപ്പൻ തമ്പുരാൻ. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളിയുമായി ബന്ധപ്പെട്ടതാണ്. മഹാകവി P കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആറ്റൂർ രവിവർമ്മയാണ്. നെക്സ്റ്റ് നോക്കിക്കേ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ലഭിച്ചത് അത് ഏത് വർഷമാണ്? 1973 1973. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഇത്? ഇന്തോനേഷ്യ. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രിയ ASനാണ്. 2018 പ്രളയത്തെ അടിസ്ഥാനമാക്കി പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതിക്കാണ് 2023 എന്ത് ലഭിച്ചത്? കുഞ്ഞിതളുകൾ ബാലസാഹിത്യ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ. ഇത് തന്നെ 2020 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും പ്രിയ ASന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ 2024 മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2024 ഓൾമോസ്റ്റ് ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് 2023 ഉണ്ട്. അതിനുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും. ഓക്കെ. താങ്ക് യു.